സ്റ്റൂളിലിരുന്നിട്ടാണ് നമസ്കരിക്കാറുള്ളത്. സുജൂദ് ചെയ്യാനും ഇടയിലിരുത്തത്തിനൊക്കെ പ്രയാസമുള്ളത് കൊണ്ട് ഇരുന്നിട്ടാണ് നമസ്കരിക്കാറുള്ളത്. ഏതൊരു പ്രസംഗത്തിലോ ക്ലാസ്സിലായിട്ട് അദ്ദേഹം കേട്ടു, ഈ നിന്ന് നമസ്കരിക്കാത്തവരുടെ നമസ്കാരം ഒന്നും സ്വീകരിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ അത് കേട്ടതിന് ശേഷം നല്ല പ്രയാസത്തിലാണുള്ളത്. നമസ്കരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ സുജൂദ് ചെയ്യുമ്പോഴൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസമാണ് ഇരുന്ന് നമസ്കരിക്കുമ്പോൾ. അപ്പോൾ അതിലൊരു വ്യക്തത ചോദിച്ചാണ് ശ്രോതാവ് വിളിച്ചിട്ടുള്ളത്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു മറുപടിയിൽ ആ വിഷയം വന്നിട്ടുണ്ട്. അഥവാ ഫർള് നമസ്കാരങ്ങളുടെ റുക്നുകളിൽപ്പെട്ട അഥവാ നമസ്കാരം സ്വീകാര്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കഴിവുള്ളവൻ നിന്ന് നമസ്കരിക്കുക എന്നത്. അപ്പോൾ നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ നിന്ന് തന്നെ നമസ്കരിക്കണം. അത് നമസ്കാരത്തിന്റെ റുക്നുകളിൽപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലെങ്കിൽ സ്വീകരിക്കില്ല എന്നത് തന്നെയാണ്. ഇനി സഹോദരന്റെ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോ അത്തരം സന്ദർഭങ്ങളിൽ റുക്കൂഇനാണ് ബുദ്ധിമുട്ടുള്ളത്, അഥവാ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തീരെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് റുക്കൂ ചെയ്യാൻ. അല്ല, ഒരല്പം കുനിഞ്ഞുകൊണ്ട് നിന്ന് പൂർണ്ണമായും സുജൂദ് ചെയ്യാൻ കഴിയില്ലെങ്കിലും കഴിയുന്നത്ര ചെയ്തുകൊണ്ട് നേരെ സാധാരണ പോലെ തന്നെ സ്റ്റൂളിലൊന്നും ഇരിക്കാതെ തന്നെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. സുജൂദ് പിന്നെ അങ്ങനെയല്ല, നെറ്റിത്തടവും അതേപോലെ തന്നെ കയ്യും കാൽമുട്ടുകളും കാൽ തള്ളവിരലുകളും എല്ലാം കുത്തിക്കൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. അതൊരു പ്രയാസകരമാണ് എങ്കിൽ ആ സമയത്ത് മാത്രം ഇരിക്കുകയും, അപ്പോ റുക്കൂഇന്റെ പ്രയാസമുണ്ടെങ്കിൽ റുക്കൂഇന്റെ സമയത്ത് ഇരിക്കുകയും, എന്നാൽ എഴുത്തിദാലിന് നിൽക്കുകയും, ഖിയാമ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിൽക്കുകയും, അല്ലാത്ത സമയത്ത് മാത്രം ഇരിക്കുകയും ചെയ്യുന്ന ഒരു രൂപമായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ സാധാരണ നിലക്ക് കഴിയില്ല എങ്കിൽ, അതേപോലെ റുക്കൂ ചെയ്യാൻ സാധാരണ എല്ലാവരും സുജൂദ് ചെയ്യുന്നത് പോലെ റുക്കൂ ചെയ്യുന്നത് പോലെ അവർക്ക് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അതിനെ നിർബന്ധിക്കില്ല. പിന്നെ അവന് ചെയ്യാൻ കഴിയുന്നത് ഇരുന്നു കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളൊക്കെ നിന്നുകൊണ്ട് തന്നെ ചെയ്യുക എന്നതുകൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾക്ക് നമസ്കരിക്കാൻ നിൽക്കുന്നതിന് പ്രയാസമില്ല എങ്കിൽ അവൻ നിൽക്കണം. റുക്കൂവിനാണ് പ്രയാസമുള്ളത്, ആ റുക്കൂവിന്റെ സമയത്ത് ഇരിക്കുക. ഇനി എഴുത്തിദാലിന്റെ സമയത്ത് വീണ്ടും നിൽക്കുക. ഇനി സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ സുജൂദ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ വീണ്ടും സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് തന്നെ സുജൂദ് ചെയ്യുക. ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ കഴിയുന്നത്ര നമസ്കാരത്തിന്റെ രൂപങ്ങൾ അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കഴിയാത്തവ മാത്രം സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക. അതുകൊണ്ട് നമസ്കാരത്തിന്റെ സ്വീകാര്യതയെയോ അതിന്റെ പ്രതിഫലത്തെയോ ബാധിക്കുകയില്ല. കഴിയാത്തത് കൊണ്ടല്ലേ. കഴിയുന്ന ആളുകൾ ഫർള് നിസ്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. സുന്നത്താണ് എങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കുറയും. ഫർളാണെങ്കിൽ പ്രതിഫലം തീരെ കിട്ടില്ല. അത് ചെയ്യുക, അത് സ്വീകരിക്കുക തന്നെയില്ല. അപ്പൊ അങ്ങനെ രണ്ടും വേർതിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും കഴിവ് എങ്ങനെയാണ് എന്ന് ഓരോരുത്തർക്കുമേ അറിയുള്ളൂ. എനിക്ക് കുറച്ച് പ്രയാസപ്പെട്ടാലും സുജൂദ് ചെയ്യാൻ കഴിയും എങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. സുജൂദ് ഒരല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും കഴിയും. അപ്പോ ആ ബുദ്ധിമുട്ടോടു കൂടി തന്നെ ഫർള് നമസ്കാരങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. എന്നാൽ അതിന് സാധ്യമല്ല, കാൽമുട്ടിനും അതേപോലെ തന്നെ നമ്മുടെ ഇടുപ്പിനുമൊക്കെ പ്രയാസങ്ങളുള്ള ആളുകളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ബാധ്യത അള്ളാഹു അവരെ നിർബന്ധിക്കുകയില്ല. അതിന്റെ പേരിൽ ഒരിക്കലും അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുകയുമില്ല, ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ചെയ്തു എന്നതുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം.